ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയ ദുരന്തത്തെക്കുറിച്ച് ആരും അങ്ങനെ മറന്നിട്ടുണ്ടാവില്ല. കാരണം അത്രയ്ക്കധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയൊരു ദുരന്തമായിരുന്നു അത്. ഒരുപാട് പേരുടെ ജീവനെടുത്ത മഹാമാരി തന്നെയായിരുന്നു അത്. അതുമാത്രമല്ല, നിപ്പയും കൊറോണയൊക്കെ നമ്മളുടെ ഒരുപാട് പേരുടെ ജീവനെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ പലരും അതിജീവിച്ച് വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരൊറ്റ കാരണമേ ഉള്ളൂ: നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമ, പരസ്പരം സഹായിക്കാനുള്ള മനസ്സ്. ഇപ്പോൾ 2024 വീണ്ടും അതേ ദുരന്തങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. എന്നുവെച്ചാൽ മണ്ണിടിച്ചൽ, പ്രളയം പോലെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിച്ചേക്കാം. ഇപ്പം തന്നെ വയനാട്ടിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വരാൻ പോകുന്നത് ചിലപ്പോൾ കഴിഞ്ഞതിനെക്കാട്ടിലും അതിഭീകരമായിരിക്കും. ആദ്യത്തേതിനെക്കാട്ടിലും ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ദുരന്തം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിപ്പയും കൊറോണയും പ്രളയ ഇതെല്ലാം നമ്മൾ അതിജീവിച്ചതുപോലെ ഈ ദുരന്തങ്ങളും നമുക്ക് അതിജീവിക്കാം. നമ്മുടെ ഒത്തൊരുമ ഉണ്ടായാൽ മതി, ഇതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ഇതുപോലെയുള്ള അതിഭീകരമായ മഹാമാരികൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നതിന് പകരം ധൈര്യത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കുകയാണ് വേണ്ടത്. ഒരുപാട് പാവങ്ങൾ ഇപ്പോൾ വീടുകളും സ്ഥലങ്ങളും വരെ നഷ്ടപ്പെട്ടവരുണ്ട് ഈ ദുരന്തം കാരണം. അവരുടെ കൂടെയുള്ളവരും ബന്ധുക്കളെല്ലാവരും നഷ്ടപ്പെട്ടു പോയവരുണ്ട് ഈ ദുരന്തത്തിലൂടെ. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഇതുപോലെയുള്ള പാവങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള കാശിൽ നിന്നും കുറച്ച് കൊടുക്കുക. ഇതുപോലെയുള്ള പാവങ്ങൾക്ക് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഭക്ഷണം എത്തിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. മുഴുവൻ കാശെടുത്ത് എല്ലാതും കൂടി ചെയ്തു കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കയ്യിലുള്ളതിൽ നിന്നും പകുതിയെങ്കിൽ പകുതി എടുത്ത് അവർക്ക് കൊടുക്കുന്നത് തന്നെ വലിയൊരു പുണ്യമാണ്. നമ്മുടെ ഈ ഒത്തൊരുമ മതി ഈ നാട് രക്ഷപ്പെടാൻ. നമുക്ക് വീണ്ടും അതിജീവിക്കാം. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ബൈ.